എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, മെനഞ്ഞാന്ന് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു. ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ട് മാർക്ക് കിട്ടിയ എല്ലാവരും അവരുടെ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോടാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. 2022 നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് വന്ന മാറിയ സിലബസ് ആണത്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് സിലബസ് മാറാനുള്ള, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സിലബസ് മാറാനുള്ള, മെയിൻസിന്റെ സിലബസ് മാറാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഇതിനു മുമ്പ് മാറി വന്നിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ സിലബസ് ഫസ്റ്റ് ഇത് വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളാം. ഇതിന്റെ ഒരു PDF സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്ത് അതെടുത്തോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുക എങ്ങനെയാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഹിസ്റ്ററി 5 മാർക്കാണ്. പക്ഷേ പ്രിലിംസ് നോക്കുമ്പോൾ ഹിസ്റ്ററി 10 മാർക്കായിരുന്നു. അപ്പോൾ ഇവിടെ 5 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ജോഗ്രഫി 5 മാർക്കാണ്. പ്രിലിംസിനും മെയിൻസിനും 5 മാർക്കാണ്. അതിനുശേഷം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. പ്രിലിംസിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. ഓക്കെ, അടുത്ത കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ലൈഫ് സയൻസ് 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻ എക്സെട്ര 13 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 മാർക്കാണ്. അതിനുശേഷം മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് പുതുതായിട്ട് വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് നോക്കാം. ഒന്ന് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അതിനകത്തുണ്ട്. അതിനുശേഷം വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, പിന്നെ 15 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ്. ഇത്രയാണ് സിലബസിലുള്ള പുതിയ മാറ്റങ്ങൾ. അതായത് പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഹിസ്റ്ററി 5 മാർക്കാണ്. നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സെയിം സാധനം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനു വേണ്ടി ഹിസ്റ്ററിന് വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ടോട്ടലി നമുക്ക് അതിനകത്തൊരു റിവിഷൻ കിട്ടും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിനൊന്നൊരു ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ടോപ്പിക്കാണ് റിവിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എക്സ്ട്രാ എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ പ്രിലിംസിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കേരള ഹിസ്റ്ററി നോക്കുമ്പോൾ ആദ്യം വരുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. സെയിം സിലബസ് ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റീഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാ ഗാന്ധി, ഇന്ത്യസ് ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡ്, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി. ഇത്രയുമാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. സെയിം സാധനം. അടുത്ത വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു സിലബസ്. പ്രിസൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. മൊത്തം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, 5 മാർക്കേ ഉള്ളൂ. അതിനുശേഷം ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ അതും ഇതേപോലെയാണ്. ഫുള്ള് ജോഗ്രഫി പഠിക്കാനുണ്ട്. കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, പിന്നെ വേൾഡ് ജോഗ്രഫി. അവിടെ വേൾഡ് ജോഗ്രഫി നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് സ്ട്രക്ചർ ഓഫ് എർത്ത്, ബേസിക്സ് ഓഫ് ജോഗ്രഫി, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂ, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, പിന്നെ അതിന്റെ സയൻസ്, റിമോട്ട് സെൻസിംഗ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, നാഷൻസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ഫിസിയോഗ്രഫി, states and its features, northern mountain region, rivers, northern Great Plain, peninsular plateau, coastal plain, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railway, etc., air transportation, etc. അടുത്ത കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അവിടെ കേരള ഫിസിയോഗ്രഫി, district and its features, reverse climate, natural vegetation, wildlife, agriculture and research center, minerals and industries, energy sources, transport system, road, water, rail, air, etc. Okay,
അപ്പോൾ ഇത്രയുമാണ് ജോഗ്രഫിക്കകത്ത് വരുന്നത്. അടുത്ത എക്കണോമിക്സ് ആണ്. 5 മാർക്ക് കുറച്ചേ ഉള്ളൂ, കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ 5 മാർക്ക് അവിടെ കിട്ടും. അവിടെ ഇന്ത്യൻ എക്കണോമിക്കകത്ത് വരുന്നത് എക്കണോമി 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റീഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST in India, then റാഷണൽസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST. ഇത്ര എക്കണോമിക്സിനകത്ത് വരുന്നത് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ 5 മാർക്ക് കിട്ടും. അതിനുശേഷം ഇന്ത്യൻ പൊളിറ്റി നോക്കുകയാണെങ്കിൽ കുറേ കിടപ്പുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് പോകുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിടപ്പുണ്ട് മെയിൻസിൻ്റെ സിലബസിനകത്ത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്ട്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സർഷ്യോററി ആൻഡ് കോവയറൻഡോ, അതായത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, structure of government, union executive, parliament and judiciary, state executive, legislature and judiciary, local self-government institutions, important constitutional amendments such as 42nd Amendment, 44th Amendment, 52nd Amendment, 73rd Amendment, 74, 86, 91, 97, 101, 102, 103 and 104th Amendment. എനിക്ക് തോന്നുന്നു പുതിയ സിലബസ് വരുന്ന സമയത്ത് 106 കൂടെ ഒക്കെ ചേർന്ന് വരാം, 105, 106 കൂടെ ചേർന്ന് വരാം. Then constitutional authorities and their functions, controller and auditor general, attorney general, advocate general, election commission of India, state election commission, union public service commission, state public service commission, finance commission, state finance commission, GST council, distribution of legislative power, union list, state list, concurrent list, service under the union and the states, then tribunals, National Commission for Scheduled Caste, National Commission for Scheduled Tribes, then a National Commission for Backward Classes, official language, regional languages, language of the Supreme Court, High Court, etc. Then special directives relating to languages. ഇത്രയാണ് പൊളിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെപ്പാട് ഒരു മാറ്റം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏതേ മാറത്തുള്ളൂ, ആ അമെൻമെന്റ്സ് ഒന്ന് കൂടുതൽ വരും. ഇവിടെ 104 വരെ മാത്രമേ തന്നിട്ടുള്ളൂ. ഏതും കൂടെയൊക്കെ ചോദിക്കാം, 105ഉം 106ഉം കൂടെയൊക്കെ ചോദിക്കാം. PSC അതിനുവേണ്ടി മെനക്കെടും സിലബസ് ഒക്കെ മാറ്റാനായിട്ട്. ഞാനീ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മാറ്റിയാലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. അടുത്ത കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ 5 മാർക്കാണ് വരുന്നത്. ഇത് പ്രിലിംസിന് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മെയിൻസിനെ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, പിന്നെ കോസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്സ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ലാൻഡ് റീഫോം, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺസ്, population literacy, e-governance, delegated legislation and its controls, legislative and judicial controls, constitutional law, remedies against administrative arbitrage, then administrative discretion and its controls, administrative adjudication, principles of natural justice. ഇത്രയാണ് ഏതിനകത്ത് വരുന്ന നമ്മുടെ കേരള ഗവർണൻസിനകത്ത് വരുന്ന ടോപ്പിക്ക്. ഓക്കെ, അതിനുശേഷം ലൈഫ് സയൻസിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് ഇത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അവിടെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് അതിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗാനിസം, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇത്രയാണ് ലൈഫ് സയൻസിനകത്ത് വരുന്നത്. അതിനുശേഷം ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ടി വരും. അവിടെ ഫിസിക്സിനകത്ത് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്, മെഷർമെന്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, then Newton's law of motion, third law, momentum, projectile motion, uses of third law, achievements in space mission in India, ISRO. ഇത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്രിലിംസിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ലൈറ്റ്, lens, mirrors, problems based on R equal to 2F, different phenomena of light, rainbow, colors of different material, electromagnetic spectrum, IR rays, UV rays, X-rays, പിന്നെ photo electric effect. അതിനുശേഷം സൗണ്ടിലേക്ക് പോകുമ്പോൾ different types of velocity of sound in different media, resonance, പിന്നെ reverberation. ഓക്കെ, ദെൻ അഞ്ചാമത് വരുന്നത് ഫോഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, ഫ്രിക്ഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, ലിക്വിഡ് പ്രഷർ, ബോയൻ ഫോഴ്സ്, പിന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ, ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ അഡിസീവ് ആൻഡ് കൊഹിസീവ് ഫോഴ്സസ്, കാപ്പിലാരിറ്റി, വിസ്കസ് ഫോഴ്സ്, പിന്നെ സർഫസ് ടെൻഷൻ. അടുത്ത ഗ്രാവിറ്റേഷനകത്ത് വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എസ്കേപ്പ് വെലോസിറ്റി, സാറ്റലൈറ്റ്സ്, എസ്കേപ്പ് വെലോസിറ്റി, വെയിറ്റ്, മാസ്, വാല്യൂ ഓഫ് G in different places. Then heat and temperature, different types of thermometer, humidity, relative humidity, work energy power, simple problems relating to work energy power, levers, different types of levers. ഇത്രയാണ് ഫിസിക്സിനകത്ത് വരുന്നത്. അടുത്ത കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ കെമിസ്ട്രി 3 മാർക്കാണ്. കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ആറ്റം, മോളിക്യൂൾസ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, പിന്നെ അക്വറീജ.
അതിനുശേഷം എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻ, സൊല്യൂഷൻസ്, മിക്സേഴ്സ്, കോമ്പൗണ്ട്സ്, പിന്നെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ്, ആസിഡ്സ്, ബേസസ്, പി എച്ച് വാല്യൂ, പിന്നെ ആൽക്കലോയിഡ്സ്. ഇത്രയാണ് കെമിസ്ട്രിക്കകത്ത് വരുന്നത്. അതിനുശേഷം ആർട്സിലേക്ക് പോകുമ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എല്ലാം കൂടി ചേർത്തിട്ട് 5 മാർക്കാണ്. പ്രിലിംസിന് പഠിച്ച സെയിം സാധനം. ആർട്സിലേക്ക് പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് വിഷ്വൽ ആർട്ട് ഫോംസ് ഇൻ കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, അത് കഴിഞ്ഞ ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഒറിജിൻ, then development, extension and practice of these art forms. സ്പോർട്സിലേക്ക് പോകുമ്പോൾ famous sports personalities in Kerala, India and the world, their sports events, achievements and awards, important awards, corresponding fields winners. പിന്നെ അടുത്ത famous trophies, number of players in important sports item, important sports team associated with various sports and games, Olympics, അതിൻ്റെ basic facts, venues, countries, famous performance and personalities, Indian Olympics, Winter Olympics and Para-Olympics. Okay, അടുത്ത Asian Games, Afro-Asian Games, Commonwealth Games, SAF Games, venues, countries, performance of India and other facts, national games, games, event, players, achievements, national sports games, even various national games of various countries. അടുത്ത ലിറ്ററേച്ചറിലേക്ക് പോകുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, ലിറ്ററേച്ചറിലേക്ക് പോകുമ്പോൾ മലയാളം, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെന്റ്, ഐക്കൺസ് ആൻഡ് ദെയർ ഫസ്റ്റ് വർക്ക്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദെയർ ഓതേഴ്സ്, റൈറ്റേഴ്സ്, പെൻ നെയിം ആൻഡ് നിക്നെ, ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, ഫേമസ് കോഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, ഫേമസ് അവാർഡ് ആൻഡ് ഓണേഴ്സ്, മലയാളം റൈറ്റേഴ്സ് ഹു ഓൺ ദ ജ്ഞാനപീഠ് അവാർഡ്, ദെൻ മലയാളം സിനിമ. ഇത്രയാണ് ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. അടുത്ത കൾച്ചറിലേക്ക് പോകുമ്പോൾ Kerala important celebration, places associated with such celebration, important festivals, Kerala cultural centers, worship places, cultural leaders and their contributions. Okay. അപ്പോൾ ഇത്രയുമാണ് കൾച്ചറിനകത്ത് വരുന്ന. ഇത്രയും പഠിച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ സെലക്റ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. എടാ ഞാൻ പറയുന്നത് പ്രിലിംസ് അല്ല സിലബസിൽ ഫോക്കസ് ചെയ്തത്, അത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. മെയിൻസിന്റെ സിലബസ് മാത്രം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, അതല്ലേ നമുക്ക് അറിയാത്തത്. ഉറപ്പായിട്ടും ആ സാധനങ്ങളായിരിക്കും നമുക്ക് റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതിനുശേഷം ഐ ടിയിലേക്ക് പോകുമ്പോൾ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്. അടുത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്. പിന്നെ അതിനുശേഷം ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. അതിനുശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ, അതിൻ്റെയൊക്കെ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻ ഏരിയ എവിടെയൊക്കെയാണ്, നെറ്റ്വർക്ക് ഡിവൈസസ് സച്ച് ആസ് മീഡിയ, സ്വിച്ച്, ഹബ്, റൗട്ടർ, ബ്രിഡ്ജസ്, ഗേറ്റ് വേ, യൂസസ് ഓഫ് ഈച്ച്, ഇന്റർനെറ്റിനകത്ത് വരുന്ന സർവീസസ്, www. പിന്നെ വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, എക്സാമ്പിൾ ആൻഡ് പർപ്പസസ്. അവിടെ നിന്നൊക്കെ പ്രിലിംസിന് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ, പുളി സാധനം. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML ബേസിക്സ് ഓൺലി. അടുത്ത സൈബർ വാണിങ്ങിനകത്ത് സൈബർ ലോക്കകത്ത് വരുന്ന ടൈപ്സ് ഓഫ് സൈബർ ലോസ്, ദെൻ അതിൻ്റെ അവയർനെസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതിൻ്റെ അവയർനെസ് ലെവലിൽ പഠിച്ചേക്കാം. അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കാണ് 13 മാർക്കിന് വരുന്നത്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പോളിസിക്കായിട്ട് വരുന്ന സാധനങ്ങൾ. അതിനകത്ത് ഏതൊക്കെ പഠിക്കേണ്ടത്? ഒന്ന്, എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഫസ്റ്റ് വരുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മേജർ റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മേജർ റെക്കമെൻഡേഷൻസ്. പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഗ്രാൻഡ് ഗിവിംഗ് ഏജൻസി, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ദ കോത്താരി കമ്മീഷൻ 1964-66. അടുത്ത മേജർ റെക്കമെൻഡേഷൻ ആൻഡ് റീഫോംസ്, നാഷണൽ നോളജ് കമ്മീഷൻ 2005, 2006 and 2009, മേജർ റെക്കമെൻഡേഷൻസ്. ഒക്കെ ഇത്രയും 6 മാർക്കിനാണ് വരുന്നത്. അതിനുശേഷം യൂണിറ്റ് 2ലേക്ക് പോകുമ്പോൾ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, കീ ഹൈലൈറ്റ്സ്, covers elementary education of colleges in both rural and urban India, equivalent opportunity of all including women, ST and SC communities to study. The national policy of education 1986, key highlights, common minimum program 2005, national policy on education program of action 1992, key highlights. At the revised policy formulations 1992, reforms, report of Eshpal committee 1993, learning without burden, major recommendation, national education policy in 2020. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അത് 7 മാർക്കിന് വരും. അങ്ങനെ 2 ഭാഗങ്ങളോടെ ചേർത്തിട്ട് 13 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത്. മസ്റ്റ് ആയിട്ട് പഠിച്ചോ, ഇത് റാങ്ക് നിർണ്ണയിക്കും. ഓക്കെ, അതിനുശേഷം കറണ്ട് അഫയേഴ്സ് 15 മാർക്കാണ്. ഒരു ദിവസം ആദ്യം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മൊത്തം പഠിച്ചോടാം. പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യ, കേരളത്തിൽ ആദ്യ, സെൻട്രൽ അപ്പോയിൻമെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിൻമെന്റ്സ്, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ISRO മിഷൻസ് മൊത്തം ഒന്ന് പഠിക്കുക. അടുത്ത ഇന്ത്യയുടെ മിലിറ്ററി എക്സസൈസ് മൊത്തം ഒന്ന് നോക്കുക, ലിറ്റററി അവാർഡ്സ് മൊത്തം നോക്കുക, ഗെയിം ഇവന്റ്സ് മൊത്തം നോക്കുക, അതിൻ്റെ വെന്യൂസ് മൊത്തം നോക്കുക, പിന്നെ അങ്ങനെയുള്ള ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം ഒന്ന് നോക്കുക.
അടുത്ത അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഓരോ ദിവസം 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. 15 മാർക്ക് കിടപ്പുണ്ട്. ഷുവർ ആയിട്ടും റാങ്ക് നിർണ്ണയിക്കും. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ടും കാണുക. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കും. ഓക്കെ, അതിനുശേഷം മാത്സ് പഴയ സാധനങ്ങൾ തന്നെയാണ്. അരിത്തമെറ്റിക്സ് 5 മാർക്കാണ്. പ്രിലിംസിന്റെ സമയത്ത് 20 മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ 10 മാർക്കായിട്ട് ചുരുങ്ങി. അരിത്തമെറ്റിക്കിനകത്ത് ഏതൊക്കെ വരുന്ന നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പിന്നെ പ്രോഗ്രഷൻ. അടുത്ത മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് നോക്കുമ്പോൾ സീരീസ്, പിന്നെ പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, അതിനുശേഷം വരുന്ന വെരിഫൈയിങ് പൊസിഷൻ, analogy, word analogy, alphabet analogy, number analogy, odd man outer, numerical ability, coding and decoding, family relations, sense of direction, time and angles, time in a clock and its reflection, date and calendar, clerical ability. ഇത്രയാണ് മാത്സിനകത്ത് വരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷിൽ പോകുമ്പോൾ ഇംഗ്ലീഷും 10 മാർക്ക് തന്നെയാണ്. പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്. ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ്, ആർട്ടിക്കിൾസ്, അതിനുശേഷം യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, അടുത്ത ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, അത് കഴിഞ്ഞ് ഇഫ് ക്ലോസ്, പ്രിപ്പോസിഷൻ, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത്രയുമാണ് ഗ്രാമർ പോർഷനകത്ത് വരുന്നത്. അതിനുശേഷം വൊക്കാബുലറി ഏരിയ നോക്കുമ്പോൾ അവിടെ സിംഗുലർ ആൻഡ് പ്ലൂറൽ, അടുത്ത ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, പിന്നെ വേർഡ് ഫോർമുലേഷൻ ഫ്രം വൺ വേർഡ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, അന്റോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. ഇത്രയാണ് ഇംഗ്ലീഷിനകത്തുള്ള വൊക്കാബുലറി ഏരിയ ഫുള്ള് വരുന്നത്. അതിനുശേഷം വരുന്നത് മലയാളം. പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്. അപ്പോൾ അവിടെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയാണ് മലയാളത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഫുൾ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിലബസിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, മെയിൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മക്കളെ ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാക്സിമം ഒരു 200 മുതൽ ഒരു 300 അഡ്വൈസ് വരെയൊക്കെ ആയിരിക്കും മാക്സിമം പോകുന്നത്. 200 to 300 അഡ്വൈസ്. അതായത് ഓരോ മാർക്കും ശ്രദ്ധിച്ചോളണം, ഓരോ മാർക്കും ചുരുങ്ങിയത് നിങ്ങളെ ഒരു 40 റാങ്കോ 50 റാങ്കോ മുമ്പിലേക്കോ പുറകിലേക്കോ മാറ്റും. അപ്പോൾ പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് 80 മാർക്ക് മേടിച്ചാലും 60 മാർക്ക് മേടിച്ചാലും ഒരു മാറ്റവും വരാനില്ല. അത് നമ്മൾ ക്വാളിഫൈ ചെയ്യാത്തേ ഉള്ളൂ. പക്ഷെ മെയിൻസ് അങ്ങനെയല്ല. അവിടെ ഓരോ മാർക്കും നമ്മളെ 40-50 റാങ്കാണ് പുറകിലേക്കോ മുമ്പിലേക്കോ തള്ളാൻ പോകുന്നത്. സോ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം. പഠിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഓക്കെ പ്രിലിംസ് പാസ്സായി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആ മനോഭാവത്തോടെ ഒരിക്കലും മീൻസിനെ സമീപിക്കരുത്. പകരം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ഓരോ മാർക്കും, അതായത് ഒരു മാർക്കിന്റെ ഡിഫറൻസിൽ ജോലി പോകുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് 0.33 മാർക്കിലൊക്കെ ജോലി പോയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 റാങ്കിൽ ജോലി പോയ ആളെ എനിക്കറിയാം. അതായത് പുള്ളിയുടെ റാങ്കിനേക്കാളും മുമ്പ് 5 റാങ്ക് വരെ അഡ്വൈസ് പോയി, പക്ഷെ പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭീകരമാണ്. നമ്മുടെ ഒരു കുട്ടികൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ കാണണം. നന്നായിട്ട് പഠിച്ചു. അതിനകത്ത് പ്രിലിംസ് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പ്രിലിംസിൽ വരുന്ന ഫുൾ ടോപ്പിക്ക്, ഇപ്പോൾ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ്, പിന്നെ മലയാളം, ഇതൊന്നും നിങ്ങൾ പുതുതായിട്ട് പഠിക്കാനൊന്നും നിൽക്കരുത്. കാര്യം ഇതിൽ എല്ലാ ദിവസവും നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 50 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സൂപ്പർനോട്ട്സിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്, നമ്മളെ ടെസ്റ്റ് പാക്കിനകത്ത് അവൈലബിൾ ആണ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് റിവിഷൻ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഓരോ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഷാർപ്പായിട്ട് മാറും. പ്രത്യേകിച്ച് വൊക്കാബുലറി ഏരിയയൊക്കെ ആണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും പോകത്തില്ല. ഭയങ്കര ഷാർപ്പായിരിക്കും നമ്മൾ. ഓക്കെ, അതിനുശേഷം കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 10 ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു. ആ 10 ടോപ്പിക്കുകൾ പഠിച്ചാൽ പണി കഴിഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിനകത്ത് എഴുതിക്കും. എല്ലാ ദിവസവും 20 ക്വസ്റ്റ്യൻസ് വെച്ചൊരു ബുക്കിനകത്ത് മസ്റ്റായിട്ടൊന്ന് എഴുതിപ്പൊക്കോ. അപ്പോൾ കറണ്ട് അഫയേഴ്സും ഒരു മാർക്ക് പുറത്തു പോകത്തില്ല. പിന്നെ പുതുതായിട്ടുള്ള ടോപ്പിക്കില്ലേ, കേരള ഗവർണൻസിനകത്ത് കുറച്ച് ടോപ്പിക്കുകൾ പുതുതായിട്ടുണ്ട്. അപ്പോൾ ആ പുതുതായിട്ടുള്ള ടോപ്പിക്കുകൾ ഭംഗിയായിട്ട് പഠിച്ചോ. എഡ്യൂക്കേഷൻ പോളിസി സ്പെഷ്യൽ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചോ. എന്നിട്ട് GK ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പുതുതായിട്ട് പഠിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യം. നിങ്ങൾക്ക് റിവിഷൻ എവിടെ നടക്കും? ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിൽ നന്നായിട്ട് റിവിഷൻ നടക്കും. ഇനി ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പ്രിലിംസ് ആ വിഷയം പഠിക്കാതെ ഒന്ന് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർ ആ ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് പഠിച്ചോ, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് വളരെ കുറച്ച് സമയം മാത്രമാണ് മുമ്പിലുള്ളത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് SBCID, കാരണം SBCID ഫോഴ്സ് പരീക്ഷയാണെങ്കിലും സിലബസ് LDയുടെ സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് SBCID ഈ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ എക്സാമിന്റെ മെയിൻസിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2499 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്, എയർലി ബേർഡ് ഓഫറാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഇനി സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, അതിനുവേണ്ടി മറ്റൊരു മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് പരീക്ഷകൾ ആഗ്രഹിക്കുന്നവർ ആ ബാച്ചിൽ ജോയിൻ ചെയ്തോ. എന്നിട്ട് നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോടാം. കൂടെ നമ്മളുണ്ട്. അപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സൂപ്പർ നോട്ട്സിൽ 150-ലധികം കുട്ടികളാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ട്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താമസിക്കേണ്ട, കൂടെ കുടിക്കോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ കാണാം മക്കളെ.